Oh shit. Here we go again. Hi. Welcome to Bikesum. I'm Bike here. So guys, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ ഓൺലൈൻ്റെ വീഡിയോസ് ആയിട്ടാണ്, അഥവാ എൻ്റെ ഗെയിം പ്ലേയേഴ്സ് ആയിട്ടാണ്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടാവുന്നു. അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്ന ചെറിയ മിഷൻസ്, പിന്നെ എൻ്റെ ഐഡിയാസിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടാവുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് എൻ്റെ കസിന് ഇതിലത്തെ ഒരു വണ്ടി കണ്ടിഷ്ടമായിട്ട് ആ വണ്ടി എന്നോട് കളക്ട് ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ആ ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആ വണ്ടിയുള്ള സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് PC കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള ഹിൻഡ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മെക്കാനിക്കിനെ വിളിക്കാം, അതിന് നമുക്ക് ഫോൺ എടുക്കാം. ഓക്കെ, മെക്കാനിക് എവിടെ? യെസ്, മെക്കാനിക്കിനെ വിളിക്കാം. ഓക്കെ, മെക്കുട്ടൻ യെസ്, ഇതൊക്കെയാണ്. ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ ഗാരേജുകൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പണിതൊരു വണ്ടി ഉണ്ട്. ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരും. യെസ്, ദേ എടുക്കുന്നു നമ്മുടെ വണ്ടി. രാത്രിയാണ്, വണ്ടി അത്ര ക്ലിയറിൽ കാണാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ഒരു വണ്ടി. എനിക്കിഷ്ടമായിട്ട് എടുത്ത് ഞാൻ പണിത് സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ചെറിയ സർപ്രൈസ് കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ? ഓ, പണ്ടാറം മ്യൂസിക് ഓഫ് ചെയ്തിട്ടേ. ഓക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്. എപ്പടി ഇടിച്ചു പണ്ടാരം എങ്ങനെ പൊന്തിയത് എങ്ങനെയുണ്ട്? നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ വിൻ ഡീസൽ കാണിക്കുന്ന പോലെ. ഏത് പ്രാവശ്യം? ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കസിൻ്റെ വണ്ടി കണ്ടുപിടിക്കാൻ പോവാം. പക്ഷെ നമുക്ക് മാപ്പ് നോക്കാം. മാപ്പിൽ പോയിട്ടാണ് പരിപാടി. മാപ്പിൽ എനിക്കറിയണത് അത് ഇവിടെ എങ്ങാണ്ടാന്നാണ് എൻ്റെ ഒരു. ഇവിടെ ഉണ്ട്, എയർപോർട്ടിൽ തന്നെ ഉണ്ട്, അതുപോലെ ഇവിടെ ഉണ്ട്. നമുക്കിത് എന്തായാലും ഇവിടക്ക് വരാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ ഒരു ഉള്ളിൽ കൂടെ നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് എത്തണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ വണ്ടി അവിടെ ഉണ്ടോയെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കളക്ട് ചെയ്യാൻ പോണ വണ്ടി ഒരു ഓഫ് റോഡ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലോ റൈഡർ വണ്ടികളാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ എൻ്റെ കളക്ഷൻസിലുള്ള എല്ലാതും കൂടുതലും ഭൂരിഭാഗം ലോ റൈഡർ വണ്ടികളാണ്. സോ പക്ഷേ ഇപ്പോൾ എൻ്റെ കസിൻ എന്ന് പറഞ്ഞില്ലേ, അവനിഷ്ടമുള്ളത് എല്ലാം നല്ല ഓഫ് റോഡ് പോലത്തെ ഹൈ പൊന്തി നിൽക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസിനെ പരിചയപ്പെടുത്താൻ മറന്നു. മൈറ്റി ബി ദ ഗെയിമിങ്, അതാണ് ആള്. അവൻ്റെയും ഗെയിം പ്ലേസ് യൂട്യൂബിൽ വരും, നമ്മൾ കാണാം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് മിക്കപ്പോഴും GTA കളിക്കാറ്. അപ്പോൾ ഞങ്ങളുടെ ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അവൻ്റെ പ്രത്യേക തരം എന്താ പറയുക, ഇത് കാരണമാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നു. പണ്ടാരത് രാത്രിയായിട്ട് എൻ്റെ വണ്ടി നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ പറ്റില്ല. പൊട്ടിക്കാൻ പോട്ടെ ഞാൻ. ഒന്ന് രണ്ട് പൊട്ടില്ല, രണ്ടിടം പൊട്ടി. അടിച്ചിടിച്ചിടിച്ചിടിച്ച് മണ്ടാരടിച്ചില്ല. ഓക്കെ ഗായ്സ്, ഇത് വഴി വഴി തെറ്റി അടിച്ചില്ല ഗായ്സ്. യെസ്, എനിക്കിങ്ങനെ അൽക്കുലത്തായിട്ട് ചറപറ പിടിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് ഇടിക്കാണ്ട് പോകാനാണ് കൂടുതൽ ഇഷ്ടം. അതാണ് ഒരു സുഖം. ഏത് അയ്യോ പറഞ്ഞ നാക്കിടുത്തില്ല. നമ്മൾ മാക്സിമം ഞാൻ അത് എൻജോയ് ചെയ്തിട്ടാണ് പോവാറ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഓക്കെ, നമുക്കിനിപ്പോൾ പണ്ടാരെ പിടിച്ചാൽ നമുക്ക് നോക്കാം ഈ വണ്ടി ഇവിടെ ഉണ്ടാവില്ലേ കേട്ടോ. ഇവിടെയാണെന്നാണ് എൻ്റെ നിഗമനം. ഓക്കെ ഗായ്സ്, എവിടെയാണ് എൻ്റെ അറിവിൽ. ഇവിടെ എവിടെയോ നോക്കട്ടെടാ. ഇവിടെ കാണാനില്ല. അത് ചില സമയങ്ങളിൽ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇവിടെയാണ് സാധാരണ ആ വണ്ടി ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഇപ്പം ഇല്ല. ഈ സമയം നമ്മളിപ്പോൾ വന്ന സമയത്തിൽ പകലേ വരുന്നത്. എൻ്റെ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. പണ്ടാര നേരത്തെ ഇടിച്ചിട്ട് എൻ്റെ ഹെഡ്ലൈറ്റ് പോയി മലരത്. ഓക്കെ, അപ്പോൾ വണ്ടി ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോവാം. അടുത്ത സ്പോട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അത് ഈ ഒരു എന്താ പറയുക എയർപോർട്ടിലാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകണം അങ്ങടാണ്. ഇവിടെയല്ലേ? യെസ് ഗായ്സ്, സ്കില്ലിട്ട് ഓടിക്കാം. Yes, yes guys. Oh shit. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴി തീറിയാന്നോന്നിട്ട് പറഞ്ഞേ. ഓക്കെ, നമ്മൾ കറക്റ്റ് വഴിയാണ്. നമ്മൾ വഴി തെറ്റിയില്ല. ഇവിടെ ഒരു ഇടി ഞാൻ ഷിറ്റ്, നമുക്ക് അപ്പുറത്തെ വഴിയാണ് കിടക്കേണ്ടത്. ഇരിക്കല്ലേ, ചേറ്റടിച്ച്. ഓക്കെ ഗായ്സ്, നമ്മൾ ഓൾമോസ്റ്റ് there. അയ്യോ, വഴി കഴിഞ്ഞാ? അടിക്കാണ് ഇറങ്ങേണ്ടത്. അയ്യടാ, നമുക്ക് അതിന്റെ അടിക്കണ എത്തണ്ടേ? ചേടാ മൂഞ്ചിയല്ലോ. കുഴപ്പമില്ല, അടിക്കിറങ്ങാനുള്ള വഴി ഇവിടെ ഉണ്ട്. സോറി ചേട്ടാ, എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ ക്ഷമ ചോദിക്കുന്നു ചേട്ടനോട്. ഇനി എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് കയറാനുള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ദിസ് എയർപോർട്ട്. തുറക്കില്ലേ? എന്താ പയറക്കണം. നമ്മുടെ വണ്ടി 2-3 സ്ഥലത്ത് തട്ടിയുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ടാവുന്നതാണ് എൻ്റെ അടുത്ത പ്രതീക്ഷ. ഇവിടെ കാറുകളൊക്കെ ഏതോ അടുപ്പിലാണ് ഇട്ടുക. നമുക്ക് നോക്കാം. അവിടെയാണോ? ഇവിടെയല്ല ഗൈസ്, ഇവിടെയല്ല. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലുണ്ടോ? ഇവിടെ വല്ല കാറുകൾ കിടക്കണ്ട?
സാധാരണ ഇവിടെയൊക്കെ എടുക്കണാണല്ലോ. ആള് ഇതൊക്കെ തുറന്നു വന്നു. ഇവിടെ ഇല്ല. എവിടെയൊക്കെ ഉണ്ടാവും, നമുക്ക് നോക്കാം അല്ലേ? ഇല്ല ഗായ്സ്, ഇവിടെ ഇല്ല. ശോകമായല്ലോ, നമ്മൾ തപ്പി വന്ന സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. ഏത് ആ ഭാഗത്തുണ്ടോ നോക്കാം. ഇവിടെ ഉണ്ടാ, ഇവിടെ കാറുകളെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ടോ? കാറും തേയ്മാനില്ലല്ലോ. ഇവിടെ ഉണ്ടാ, ഇടിച്ചിടിച്ചിടിച്ചിടിച്ച്. ഓ യെസ് 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 ഗായ്സ്, കിട്ടി. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാറ് കിട്ടിയിരിക്കുന്നു. ഇതാണ് അവൻ നമ്മളോട് കളക്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. യെസ്, വി ഗോട്ട് ഇറ്റ്. യെസ്, സാധനം കിട്ടിയടാ. ഓക്കെ, ഇതാണ് നമ്മുടെ മുതല്. ഏത് റേഞ്ചർ, ഇതിൻ്റെ പേര് നോക്കാം. അയ്യോ, സ്വാഭാവികം. യെസ്, ഡി ക്ലാസ് റേഞ്ചർ XL ഓഫ് റോഡ്. ഇതാണ് നമുക്ക് വേണ്ടത്. പാട്ട് നയമാതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, യെസ്. ഇനിയിപ്പോൾ അഗെയിൻ PC കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഇൻട്രാക്ഷൻ മെനു എടുത്തിട്ട് മാനേജ് വെഹിക്കിളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുത്ത വണ്ടി നമുക്ക് ഗാരേജിൽ കണ്ട ഇതുപോലെ റിട്ടേൺ അയക്കാം. അപ്പോൾ ഓക്കെ, ഇതാണ് വണ്ടി. ഇതാണ് നമ്മൾ അവൻ നമ്മളോട് കളക്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞുള്ളത്. സോ നമുക്ക് വണ്ടി കിട്ടി. കയറണില്ലല്ലോ. ഓഫ് റോഡാ. എനിക്കിഷ്ടമായിട്ടാ, പേഴ്സണലി എനിക്കിഷ്ടമായി. ആക്ച്വലി ഞാൻ സാൻ ആൻഡ്രിയസിൻ്റെ കട്ട ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഫാനാണ്. അതിലിതുപോലത്തെ ഒരു വണ്ടി ഉണ്ട്. അതുപോലത്തെ അല്ല, സെയിം വണ്ടി. ഇതിലിപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ആയതുകൊണ്ട് ആ വണ്ടിയുടെ ആക്ച്വൽ ഡിസൈൻ ഇങ്ങനെയാണെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കളിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇതേ ഒരു ഇതിൽ സാൻ ആൻഡ്രിയസിലൊരു വണ്ടി ഉണ്ട്. അത് ഇഷ്ടമാവുന്നവർക്ക് ഈ വണ്ടി ഇഷ്ടമാവേണ്ടതാണ്. അപ്പോൾ നമുക്ക് വണ്ടി കിട്ടി. ഈ വണ്ടി നമ്മൾ കൊണ്ടുപോയിട്ട് സേവ് ചെയ്തില്ല. തുറക്കൂ. യെസ്, തുറന്നു. സോറി ചേട്ടാ. നമുക്ക് ആദ്യം തന്നെ ഈ വണ്ടിയുടെ കളർ, ഇതിന് ഡബിൾ കളറാണ് എനിക്കിഷ്ടം. ഡബിൾ കളറാണ് എനിക്കൊരു രസമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ മാറ്റണം. അപ്പോൾ നമുക്ക് ക്രാഷ്, സോറി മൈ ബാഡ്. ക്രാഷ് ഇവിടെ ഇവിടെ ഉണ്ട്, തൊട്ടടുത്തുണ്ടല്ലോ. ഓ, എന്തുട്ട സാധനം. നിസാൻ പെട്രോൾ അല്ലേ? ആള് മനോഹരമായ ഇതുകളൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ടല്ലോ കൈകൊണ്ട്. ഈ വണ്ടി നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. ഞാൻ ഈ മറ്റേ ലോ ഫ്ലോർ ഓടിച്ചിട്ടേ നല്ല ഇങ്ങനെ ഈണത്തിൽ വലിഞ്ഞു കിട്ടും. ഓ സോറി. ഇതതുപോലെ ഓടിക്കാൻ പറ്റില്ല. ഇത് കുറച്ച് ചവിട്ടി ഓടിക്കണം. ആ വണ്ടി ഓടിച്ചിട്ടുള്ള വൈബിൽ ഓടിച്ചിട്ട് ആക്ച്വലി ഇങ്ങനത്തെ വണ്ടികൾ ഞാൻ ഇതിൽ ഇതിന് ബ്രേക്ക് ഒന്നുമില്ല. അതിന് ബ്രേക്ക് ഇല്ല. ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം വണ്ടിക്കില്ല. എന്തായാലും നമുക്ക് ഇടിക്കോ നോക്കാം. നമുക്കിത് ഇടിച്ചില്ല. ചേട്ടാ, ഈ വണ്ടി മൊത്തത്തിൽ നമുക്കൊന്ന് പണിയണം. കാശ് എൻ്റെ കയ്യിൽ എന്തോരുണ്ടെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് നോക്കി നോക്കാം. എനിക്ക് ഇഷ്ടമായി, നല്ല ഇഷ്ടമായി വണ്ടി. അത്യാവശ്യം കാശുണ്ട്, ഒന്നും പറയല്ല. നമുക്ക് ആദ്യം കളർ, പ്രൈമറി കളർ ക്ലാസിക്. എനിക്ക് ക്ലാസിക് കളർ ഇഷ്ടം. യെസ്, ഡബിൾ കളറാണ്. ഡബിൾ കളർ ആയപ്പോൾ എൻ്റെ ലുക്ക് പറഞ്ഞണ്ട. വേണ്ട. നോ. സൺസെറ്റ് റെഡ് ഇത് വേണ്ട. കുറച്ചുകൂടി ലൈറ്റ് കളേഴ്സ് ഇതിൽ യൂസ് ചെയ്യാം. ദീസ് വേണ്ട അല്ലേ?
നോ നോ ഇത് നോ ഇത് കുഴപ്പമില്ല അല്ലേ? വേറെ നോക്കാം. വേറെ 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 നോ. ഓ ഇതെങ്ങനെയുണ്ട് അതിൻ്റെ? ആ യെസ് യെസ്. എങ്ങനെയുണ്ടോ ഈ കളറ്? അല്ല ഈ കളറ് പോരെ? വേണ്ട ഇത് മതിയല്ലേ? സാൻഡി ബ്രൗൺ. ഓ പണ്ടാരം ഡൗട്ടായല്ലോ. ഏത് കളർ ഇടും ഗായ്സ്? നമുക്ക് വുഡൻ ബ്രൗണാ? അല്ല വുഡ് ബീച്ചാ? സാൻഡി ബ്രൗൺ ഉണ്ട്. ഏറെക്കുറെ സിമിലർ തന്നെ രണ്ടും. നമുക്ക് കുറച്ചുകൂടി കളറുണ്ട്. നമുക്കിതിടാം. എന്ത്? വുഡൻ ബീച്ച് ബ്രൗൺ. വുഡൻ വുഡ് ബീച്ച് ബ്രൗൺ. ഓക്കെ, ഇനി സെക്കൻഡറി കളറ് സെയിം ക്ലാസിക് തന്നെ. അതിൽ നമുക്ക് കളർ നോക്കാം. ബ്ലാക്ക് ആണ് എടുക്കണേ. ഇത് മാറ്റി മാറ്റി മാറ്റി. വൈറ്റ് എങ്ങനെ ഉണ്ട്? വൈറ്റ് നൈസ് ആയില്ലേ? വൈറ്റ് മാച്ച് ഉണ്ട് കേട്ടോ. വൈറ്റ് എനിക്ക് ഇഷ്ടമായി ഇതിൻ്റെ കൂടെ. അടുത്ത് നോക്കാം. നോ 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 നോ. ഇതെങ്ങനെയുണ്ട്? ഇതും മാച്ച് ഉണ്ട് കേട്ടോ. ബ്രോൺസ് എന്തായാലും വായിക്കുക. എന്തെങ്കിലുമൊക്കെ വായിക്കാം അല്ലേ? നോ 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 മാച്ചില്ല. ആ ഇതും കുഴപ്പമില്ല. എന്താണ്? ഫെൽസറ മാപ്പിൾ ബ്രൗണാ? മാപ്പിൾ ബ്രൗൺ ഇട്ടാലോ ഗൈസ്? എനിക്കിഷ്ടമായി. ഇത് വേണ്ട. ഇതെന്താ അവസ്ഥ? സാഡിൽ ബ്രൗൺ കുറച്ചുകൂടി മാച്ച് ഉണ്ട് അല്ലേ? ഇത് മതി. ഞാൻ വേണ്ട സാഡിൽ ബ്രൗൺ ഇട്ടു കേട്ടോ. ഓക്കെ, സാഡിൽ ബ്രൗൺ. ഓക്കെ, ഇനിയിപ്പോൾ ക്രൂ എംബ്ലം വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ആർമറിൽ എനിക്ക് അത്ര ഇല്ല. ബ്രേക്സ് വേണം. ബ്രേക്സ് വണ്ടിക്കില്ല കേട്ടാ. ബ്രേക്സ് വെക്കി. ബ്രേക്സ് വെച്ചു. എഞ്ചിൻ. എഞ്ചിൻ ലെവൽ 2. എഞ്ചിൻ ലെവൽ നമ്മൾ 2 ആക്കി. എക്സ്പ്ലോസീവ് വേണ്ട. ലൈറ്റ് അല്ല ഹോണ് ലൈറ്റ്. ലോസ് ആൻഡ് തെഫ്റ്റ്. ഓക്കെ, ഇതെടുത്ത ഈ ഒരു വേണ്ട. ലോസ് ആൻഡ് തെഫ്റ്റ് പ്രിവെൻഷൻ. ഈ സാധനം എടുത്താൽ മാത്രം ഓൺലൈനിൽ വണ്ടി നമുക്ക് എന്താ പറയുക, നമ്മുടെ നിന്ന് കളഞ്ഞു പോയാലും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയായിട്ട് നമ്മളെ വണ്ടി വാങ്ങിച്ച പോലെ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ട്രാക്കർ കൊടുക്കുക. ട്രാക്കർ എടുത്താലാണ് ഫുൾ കവറേജ് കിട്ടുള്ളൂ. ഇത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ പ്ലേറ്റ് എനിക്ക് ഇതല്ല. ഇതാണ് ഇഷ്ടം. സാൻ ആൻഡ്രിയാസിന് എഴുതിയിട്ടുള്ളത്. സോ ഞാൻ അതായിട്ടുള്ളൂ. പിന്നെ അതാ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് സസ്പെൻഷൻ്റെ ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴ്ന്നാണ് സംഭവം. വേണം അത് വേണ്ട. സസ്പെൻഷൻ ഇതിനൊരു ലുക്ക് ഉണ്ടാവില്ല. ഇത് പൊന്തിക്കണം. മസ്കുലാർ വണ്ടിയല്ലേ. സസ്പെൻഷൻ നമുക്ക് ഇടണ്ട. ട്രാൻസ്മിഷൻ നമുക്കിപ്പോൾ ഇതിൽ സ്റ്റോക്കാണ് എടുക്കണത്. സ്ട്രീറ്റും ഉണ്ട്, സ്പോർട്സും ഉണ്ട്. സ്പോർട്ട് ഇടാം. 16,250 രൂപ പോയി ഗൈസ്. ടർബോ ഓപ്പൺ ആയിട്ടില്ല എൻ്റെ കയ്യിൽ. വീൽസ് കാശ് പൊട്ടുന്ന മെയിൻ സാധനം വീല് നമുക്ക് ഹൈ എൻഡ് അല്ല. ടൈപ്പ് ഹൈ എൻഡ് ലോ റൈഡർ മസിലാണ് ഇതിന് വേണ്ട. സ്റ്റോക്ക് റിംസിൽ വില കുറവുണ്ടാവും. ഇതെങ്ങനെയുണ്ട്? മസിലാണ് നമ്മൾ ഇടേണ്ടത്. കാരണം ഈ വണ്ടിക്കൊക്കെ അതാ മാച്ച് ഉണ്ടാവുള്ളൂ. ഇത് വേണം. ഇത് കുഴപ്പമില്ല കേട്ടോ. എനിക്കിഷ്ടമായി. ഇതിട്ടാലോ? ഇതും കുഴപ്പമില്ല. ഇതെനിക്കിഷ്ടമായി. അതൊക്കെ ലോക്ക്. ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ക്രോമാ എന്നാ വയ്ക്കുക. ഇതിലെനിക്ക് അത്ര അങ്ങോട്ട് ഉത്സാഹപരമായ ഒന്നും കാണില്ല. ഓഫ് റോഡ് ടൈപ്പ് ഇതിലൊക്കെ ഒടുക്കത്ര റേറ്റ് ആട്ടാ. ഇതിൽ കളിക്കണ്ട. ഇതിൽ ഒടുക്കത്ര റേറ്റാ. ഓഫ് റോഡ് ഉണ്ടല്ലോ. ഓഫ് റോഡ് നോക്കി നോക്കാം. സ്റ്റോക്ക് റിംസിൽ വില കുറവുണ്ടാവും. ഓഫ് റോഡ് മതി. ഓഫ് റോഡ് ഉറപ്പിച്ചു നമ്മൾ. ടയറിൻ്റെ ഇത് മാറി നോക്കിയേ. നമ്മൾ ഓഫ് റോഡ് ഇടാൻ പോകട്ടാ. ഓഫ് റോഡിൽ ഏതെങ്കിലും തന്നെ നമ്മൾ കണ്ടിഷ്ടാവുന്നു എടുക്കുന്നു. എനിക്ക് ഇഷ്ടമായ ടൈപ്പ് ഉണ്ടായാൽ മതിയായിരുന്നു. ഇതെങ്ങനെയുണ്ട് ഗൈസ്? എനിക്കിത് ഇഷ്ടമായിട്ടാ. ഒന്നും പറയാല്ല. ഇത് ഞാൻ ചിലപ്പോൾ എടുക്കും. ഹെവി ഡ്യൂട്ടി സ്റ്റീൽ. ഇതും കുഴപ്പമില്ല. പോലീസ് നേരത്തെ കണ്ട പോലത്തെ ഉണ്ടോ? മൗണ്ടെയിൻ മെയിനാ. ഇതും കുഴപ്പമില്ല അല്ലേ? ചീങ്കണ്ടി സാധനം ഇത്. ഫസ്റ്റത്തെ. അപ്പം നമ്മൾ ഓഫ് റോഡ് ടൈപ്പിൽ ഇടാൻ പോണത് ഇതല്ല. നോ.
ആ ഇതല്ലേ നേരത്തെ ഏറെക്കുറെ കണ്ടില്ല, ഇത് ഈ മോഡലല്ലേ ഹെവി ഡ്യൂട്ടി. ഇതിട്ടാലോ നമുക്ക്, ഇതുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇത് കുഴപ്പമില്ല അല്ലേ, പോലീസ് ഇഷ്യൂസ് സ്റ്റീല് ഇതിട്ടാലോ. ഏതാണ്ട് ഗൈസ് ഇതല്ലേ കുറച്ചുകൂടി ലുക്ക് റൗണ്ടായിട്ടുള്ളത്, ഇതിനെക്കാട്ടും രസം. യെസ് ഇത് മതി, ഇതിട്ട ഞാൻ. അപ്പം ഞാൻ ഇതിടാൻ പോവാണ്. 18 പോലീസ് ഇഷ്യൂ സ്റ്റീൽ. ഓക്കെ, ഇനിയിപ്പോൾ വീൽ കളറിൽ അധികം വീൽ കളറ് ബ്ലാക്ക് എങ്ങനെയുണ്ട്, ഇതുപോരെ വൈറ്റ് ഇല്ലേ, അതൊക്കെ എടുക്കണേ. നോർമൽ ഗ്രേ അലോയ് കളറൊക്കെ എടുക്കണം. ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്ക് ഇട്ടാലോ, ബ്ലാക്ക് അല്ലേ രസം. പിന്നെ ഏതാ, വൈറ്റ് ഉണ്ട്. ഇത് കുഴപ്പമില്ല അല്ലേ, ഇത് രസമല്ലേ. വാട്ട് ഡു യു തിങ്ക് ഗൈസ്? ഇതിടണ, ഇതിടാല്ലേ. അപ്പം ടയർ അങ്ങോട്ട് എടുത്ത് കാണിക്കും. ഈ കളർ ഇടാം അല്ലേ, ഈ കളർ ഇട്ടു. ഡാർക്ക് കോപ്പർ, വേറെ നോക്കില്ല. ടയേഴ്സ് എന്തിനാ, ടയർ ഡിസൈൻ എന്നിട്ട് അത്. എൻ്റെ മോനെ ഒന്നും നോക്കല്ല, എടുത്തു. ടയർ എൻഹാൻസ്മെന്റ് ബുള്ളറ്റ് പ്രൂഫ് ഒന്നും ഞാൻ വെക്കില്ല. ടയർ സ്മോക്ക് ഞാൻ മാറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ വിൻഡോസ് കളർ ഞാൻ മാറ്റില്ല. ബ്രേക്ക് എഞ്ചിൻ നമ്മൾ മാറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വണ്ടി പുറത്ത് കിടക്കാണ്. മൂളി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായാ? പേശക് സാധനമായി. യെസ്, അങ്ങനെ എൻ്റെ ഓഫ് റോഡ് വണ്ടി കിട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഇനിയിപ്പോൾ നമുക്കിത് കിടന്ന് റൗണ്ട് അടിക്കാൻ പറ്റിയൊരു സ്ഥലത്തേക്ക് പോവാം. ഇതിന് റൗണ്ട് അടിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ അടുത്ത് എവിടെയുള്ള? നല്ല തെറി വിളിക്കണ്ടല്ലോ പെണ്ണുള്ള. ഇടിച്ചു ആയിരം. ഓക്കെ, അവിടെ എടുത്തിട്ട് സ്ഥലമുണ്ട്. ഓക്കെ ആണോ ഗൈസ്? അല്ല, നമുക്ക് യെസ് ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കാം. പണ്ടാരം വെള്ളത്തിൽ വീഴാവോ? ചേട്ടാ ഇത് തുറന്നു തരുമോ? തുറക്കൂല, അതിനുമാതിരി കുഴപ്പമില്ല, എന്തായാലും ആവട്ടെ. അപ്പോൾ വണ്ടി നമ്മൾ പണിതു ഗായ്സ്. ഇതാണ് ഞാൻ എടുത്ത കളറ്, ഒരു ഡെസേർട്ട് മാച്ച് ആവുന്ന കളറാണ് ഞാൻ എടുത്തുള്ളത്. ലൈക്ക് ഇതൊരു ഓഫ് റോഡ് വണ്ടിയില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു വഴി പോയി നോക്കാം. കുഴപ്പമില്ല, സ്പീഡ് കുറവാണ്, പക്ഷെ ഐ ലൈക്ക് ദിസ്. യെസ് എന്തൊക്കെയാ ഇളകുണ്ട്. യെസ്, എനിക്ക് ഇഷ്ടം അങ്ങനത്തെ. ഓക്കെ ഗായ്സ്, നമുക്ക് സാധനം കിട്ടിയിരിക്കുന്നു. ചുമ്മാ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ, സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തിരിക്കുന്നു. ഫോണിലൊരു ഫോട്ടോയും കൂടി എടുത്താലോ? കളറായിക്കോട്ടെ. സേവ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കസിം പറഞ്ഞ വണ്ടി നമ്മൾ കളക്ട് ചെയ്തു. ഇനി ഇതുപോലത്തെ ഒരെണ്ണം കൂടി കളക്ട് ചെയ്ത് നമ്മുടെ ഗാരേജിൽ ഇട്ടാൽ മതി, അവൻ വന്ന് കളക്ട് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലത്തെ അടുത്ത ചെറിയ എന്താ പറയുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെയും ബായ്.